ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തുണ്ട്, സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇവിടെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ നമുക്ക് എടുക്കാം. ഇനി അതിലോട്ട് 3/4 കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇനി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ട് 3/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു ബാറ്ററും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് 1 കപ്പ് മൈദപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ലെവലിലാണ് നമുക്കായി വരേണ്ടത്. നന്ന ടൈറ്റ് ആവാനും പാടില്ല, നല്ല ലൂസ് ആവാനും പാടില്ല. അപ്പോൾ നമുക്കിനി ഒരു മിക്സും കൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ചിക്കനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററിൽ മുക്കിയെടുക്കാം. ആ ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലോട്ടും കൂടെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാൻ നേരത്തെ ഡിപ്പ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.